ഇന്ന് എന്നോടൊപ്പം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ദ റിയൽ ശൈത്യ സന്തോഷ്. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി ഒരു ഷോ ഇച്ചിരി വൈറലായിരുന്നല്ലോ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. ആദ്യം നമ്മൾ ഈ ഒരു ഷോയിൽ നിന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി പ്രൈസ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പക്ഷെ നമ്മൾ തൊഴുത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു ക്രിയേറ്റീവ് ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. പിന്നെ നമ്മളൊരു ഇന്റർവ്യൂ കൊടുത്തു. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അവർക്ക് വേണമെന്ന സാധനം മാത്രം അവർ പബ്ലിഷ് ചെയ്തു. ഞങ്ങൾക്ക് ഫസ്റ്റ് വേണോന്നല്ല നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നീ ഒന്നും പണയണ്ട. മീൻസ് ലാസ്റ്റ് വരെ പോവാതെ ആദ്യത്തെ 3 പൊസിഷൻസ് ഉണ്ടായിരുന്നു, അതിലേതെങ്കിലും ഒരു പ്രൈസ് കിട്ടണമായിരുന്നു. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല. മീൻസ് ഫസ്റ്റ് കിട്ടാനുള്ള അത്രയും പെർഫോമൻസ് ആദ്യം തൊട്ടുള്ള എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. ഇപ്പൊ ആ ചാനലിലുള്ള ആരെ കണ്ടാലും അല്ലെങ്കിൽ ആ ഷോ ഡയറക്ടറിനെ നമ്മളിപ്പം കണ്ടപ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. കാണുന്നവർക്കും പിന്നെ ഈ ഒരു ഇന്റർവ്യൂ നടത്തിയ ആൾക്കാർക്കും ആയിരുന്നു പ്രശ്നം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഒരുപാട് ഇന്റർവ്യൂസിന് പല ചാനൽസും വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും വിട്ടില്ല. എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം, പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനും അറിയാം. അവർ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂസിനും കൊടുത്തില്ല. വിട്ടുകളാ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല.